ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മമാഎർത്തിൻ്റെ ബ്ലെമിഷ് ക്രീം ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഞാനപ്പോൾ എൻ്റെ തീർന്ന ഒരു ക്രീമിൻ്റെ ബോട്ടിലെടുത്തു. അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഫസ്റ്റ് ക്യാപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇനിയുള്ളത് നമ്മൾ ആ ഫസ്റ്റ് പാർട്ടാണ്. ആ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നതിന് ട്യൂബൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ക്യാപ്പ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിനകത്തൂടെയാണ് ആ ക്രീം പുറത്തേക്ക് വരുന്നത്. ഇനിയുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു സിസറിൻ്റെ ആവശ്യമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എത്ര ക്രീമുണ്ട്, ഇത് ജെനുവിൻ ആണോ എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഈ സിസറിനെ ഒന്ന് കടത്തിയിട്ട് ആ മുകളിലുള്ള ക്യാപ്പ് ഒന്ന് പുറത്തേക്ക് എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പം നല്ല കട്ടിയാണ് ആ മുകളിലത്തെ ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതായത് അത് നല്ല കട്ടിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇതിലൂടെയാണ് ക്രീം വരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കി ഞാനൊന്ന് ഫസ്റ്റ് ഞെട്ടി. കാരണം അതിനകത്തിരിക്കുന്ന ആ ഗ്യാപ്പെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു ആ ക്രീം. അപ്പം ഞാൻ കരുതി ഇത്രയും ക്രീമേ നമ്മൾ ഇത്ര വില കൊടുത്തിട്ട് കിട്ടുന്നുള്ളൂ എന്ന് ഞാനൊന്ന് ചിന്തിച്ച് നോക്കി. ഇതാ ഈ വിരൽ വെച്ചിരിക്കുന്ന അതുവരെ ആ ക്രീം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ കരുതി അപ്പം അതിനടിയിൽ എന്താണ് ആ കട്ടിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അപ്പോൾ ഉള്ളിലേക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ആ ക്രീമിൻ്റെ ബാക്ക് വശമാണ് ഓപ്പൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ബാക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഉള്ളിലുള്ള ചെറിയ സ്പേസിൽ കണ്ട ക്യാപ്പ് ഞാൻ ഉള്ളിലേക്കൊന്ന് തള്ളി നോക്കി. അപ്പോൾ അത് ഉള്ളിലേക്ക് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് അതിൻ്റെ ടെക്നിക്കാണ് എനിക്കപ്പോൾ പിടികിട്ടിയത്. നമ്മൾ ആ ക്രീം ഓരോ തവണ ഞെക്കും തോറും അതിൻ്റെ അടിയിൽ നിന്നും ആ ക്യാപ്പ് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് മാക്സിമം ക്രീമും ആ ക്യാപ്പിലൂടെ നമുക്ക് പുറത്തേക്ക് കിട്ടും. അതാണ് അതിൻ്റെ ടെക്നിക്ക്. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്, ആ ബോട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് വളരെ തിന്നായിട്ടാണ്. നമുക്ക് മുകൾ ഭാഗത്ത് അത്രയും കട്ടിയിൽ കാണുമെങ്കിൽ ഉള്ളിലേക്ക് തിന്നാണ്. അതായത് മാക്സിമം ക്രീമും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഗ്യാപ്പൊന്നും വരാനുള്ള ഒരു സാധ്യതയില്ല. ഇനി പുറകിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളി നോക്കാമെന്ന് വെച്ചു. അങ്ങനെ പുറകിൽ നിന്ന് ഞാൻ ആ സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ സിസർ വെച്ച് ഉള്ളിലേക്കൊന്ന് തള്ളി നോക്കി. അതിൻ്റെ ടെക്നിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ഗ്യാപ്പ്, ഇച്ചിരി കട്ടിയുള്ളൊരു സ്പേസാണ് ബാക്ക് എന്ന് പറയുന്നത്, അവിടെ നിന്ന് ഞാൻ ആ സിസർ വെച്ച് തള്ളിയപ്പോഴത്തേക്കിനും ആ ഉള്ളിലെ ക്യാപ്പ് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടായിരുന്നു. ആ ക്യാപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, മുകളിലേക്ക് പൊന്തി വരുന്നത് എങ്ങനെയാണെന്ന്. ഇതാണ് ആ ക്യാപ്പ്. ഈ ക്യാപ്പ് ഇങ്ങനെ മുകളിലായിട്ടാണ് ഞാൻ കണ്ടത്. അതാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഫുൾ ക്രീം എടുത്തപ്പോൾ അത് മുകളിലേക്ക് വന്നതാണ്. കാരണം ഇതിൽ ഫുള്ള് ഒരു പ്രഷറാണുള്ളത്. അടിയിൽ നിന്ന് എയർ കയറാനായിട്ടൊരു ചെറിയ കിഴുത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബോട്ടിൽ. ഇതിനകത്തെ ഓരോ പാർട്സാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ മുകളിലുള്ള ക്യാപ്പ്, അതേപോലെ തന്നെ നമ്മൾ ഞെക്കുന്ന ആ ചെറിയ ഭാഗം, പിന്നെ അതിൻ്റെ മുകളിലെ ടിപ്പ് ഭാഗം എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മമാഎർത്തിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.